വീട് വൃത്തിയാക്കി വെക്കാനായിട്ട് എത്രയധികം നമ്മൾ ശ്രമിച്ചാലും ചില സമയത്ത് വീട് വൃത്തിയായിട്ട് തോന്നാത്തതിനും വിഷ്വൽ ക്ലട്ടർ വീട്ടിലുണ്ടാകുന്നതിനും ഒക്കെ കാരണം നമ്മൾ ചില സിമ്പിൾ ആയിട്ടുള്ള മൈക്രോ ഹാബിറ്റ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്തതാണ്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാമെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് തോന്നാനായിട്ടും വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാവുന്ന 10 മൈക്രോ ഹാബിറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ചെയ്യാൻ വിട്ടുപോകുന്ന കാര്യങ്ങളാണ് ഈ മൈക്രോ ഹാബിറ്റ്സ് എല്ലാം തന്നെ. ഏതൊക്കെയാണ് ആ മൈക്രോ ഹാബിറ്റ്സ് എന്ന് അറിയണ്ടേ? ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടെപ്പോഴും വൃത്തിയായിട്ടിരിക്കാൻ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ശീലങ്ങളുടെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു ശീലമാണ് നമ്മൾ കാലത്ത് തന്നെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുക എന്നുള്ളത്. ബെഡ്റൂമിന് ഓവറോൾ ഒരു നീറ്റ് ലുക്ക് കൊടുക്കാനാണ് നമ്മൾ കാലത്ത് തന്നെ ബെഡ് വിരിച്ച് റെഡിയാക്കി ഇടണം നമ്മൾ പറഞ്ഞത്. എന്നാൽ ഉച്ച സമയത്തൊക്കെ നമ്മളൊന്ന് ഉച്ചമയക്കത്തിന് ശേഷം എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ബ്ലാങ്കറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ എഴുന്നേറ്റ് പോവാറല്ലേ? തിരിച്ചെടുത്ത് മടക്കി വെക്കാൻ മറന്നു പോവാറില്ലേ? എന്നാൽ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ബ്ലാങ്കറ്റ് ഒക്കെ തിരിച്ചൊന്ന് നമ്മൾ മടക്കിയിട്ടിട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാലത്ത് റെഡിയാക്കിയിട്ട ബെഡ് അതുപോലെ തന്നെ രാത്രി വരെ വൃത്തിയായിട്ട് കിടക്കൂലേ? അപ്പൊ അതുകൊണ്ട് രാവിലെ മാത്രമല്ല, നമ്മൾ ദിവസത്തിൽ ഏതൊരു സമയത്ത് ബ്ലാങ്കറ്റ്സോ അല്ലെങ്കിൽ പുതപ്പൊക്കെ എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മൾ യൂസ് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ മടക്കി ഇടാൻ നോക്കാം. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. മൊബൈൽ ഫോൺ ഡെയിലി ഒരു ദിവസമെങ്കിലും നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ തവണ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഈ മൊബൈൽ ചാർജർ പ്ലഗിൽ നിന്ന് മാറ്റി ഡിസ്കണക്ട് ചെയ്ത് എടുത്തു വെക്കാറുണ്ടോ? മൊബൈൽ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൺ മാത്രം ഡിസ്കണക്ട് ചെയ്ത് എടുത്തിട്ട് പോകും. ചാർജർ അവിടെ തന്നെ അതേപോലെ തന്നെ കിടക്കുന്നുണ്ടാവും. നമ്മൾ വൃത്തിയാക്കിയിട്ട സ്ഥലത്ത് ഒരു വിഷ്വൽ ക്ലട്ടർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ മൊബൈൽ ചാർജർ ഇങ്ങനെ പ്ലഗിൽ കണക്ട് ചെയ്ത് കിടക്കുന്നത്. വീട്ടിൽ വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ തവണ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിച്ചതിന് ശേഷം മൊബൈൽ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ചാർജർ അതാത് ഡ്രോഴ്സിൽ നമ്മൾ എവിടെയാണോ ഈ ചാർജർ എടുത്ത് വെക്കുന്നത് അവിടേക്ക് തിരിച്ചെടുത്ത് വെക്കാനായിട്ട് മറക്കല്ലേ. ഓരോ തവണ നമ്മൾ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം ബാത്റൂമിലുള്ള എക്സസ് ആയിട്ടുള്ള വെള്ളം വൈപ്പർ ഉപയോഗിച്ച് വടിച്ച് കളയാണെന്നുണ്ടെങ്കിൽ ബാത്റൂം ഫ്ലോർ എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കും. ബാത്റൂമിന്റെ ഫ്ലോർ എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബാത്റൂമിന് ഓവറോൾ നല്ലൊരു നീറ്റ് ലുക്ക് കൊടുക്കാനായിട്ട് ഇത് സഹായിക്കും. സോൾട്ട് വാട്ടർ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അറിയാം, സോൾട്ട് വാട്ടറിന്റെ ഈ സോൾട്ട് ഡെപ്പോസിറ്റ്സ് നമ്മുടെ ഫ്ലോറിലൊക്കെ പിടിച്ചിട്ട് എത്ര നമ്മൾ വൃത്തിയാക്കിയാലും വൃത്തിയില്ലാത്തൊരു ലുക്ക് നമ്മുടെ ബാത്റൂമിനൊക്കെ കൊടുക്കും. ഒരു വൈറ്റ് കളറ്, വൈറ്റ് പാച്ചസ് ഒക്കെ നമ്മുടെ ഫ്ലോറിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്, ഇതുപോലെ സോൾട്ട് വാട്ടർ ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഫ്ലോറിൽ ഇങ്ങനെ സോൾട്ട് വാട്ടർ ഡെപ്പോസിറ്റ്സ് പിടിക്കുന്നത് കുറയ്ക്കാനും നമ്മളിങ്ങനെ വൈപ്പർ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യുന്നത് സഹായിക്കും. അതുകൊണ്ട് ബാത്റൂം ഫ്ലോർസിന് എപ്പോഴും നീറ്റ് ആൻഡ് ഡ്രൈ ലുക്ക് കൊടുക്കാനായിട്ട് ഓരോ തവണ യൂസിന് ശേഷവും ഇതുപോലെ വൈപ്പർ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ലിവിംഗ് റൂമിൽ ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലട്ടർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് TV റിമോട്ട്സ്. 1, 2, 3 ഒക്കെ റിമോട്ട്സ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ടിവിക്കായിട്ട് ഉപയോഗിക്കാറില്ലേ? മിക്കപ്പോഴും ഉപയോഗത്തിന് ശേഷം നമ്മൾ റിമോട്ട്സ് സോഫയിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് എഴുന്നേറ്റ് പോവാറാണ് പതിവ്. TV കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് റിമോട്ട് കൺട്രോൾസ് എപ്പോഴും സോഫയിൽ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് വിഷ്വൽ ക്ലട്ടർ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയിൽ സോഫയിൽ ചിലപ്പോൾ മറ്റാരെങ്കിലും വന്നിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെ റിമോട്ട്സ് സോഫയിൽ കിടക്കുന്നത് നമ്മൾ നോട്ടീസ് ചെയ്യാറ്. അതുകൊണ്ട് ഓരോ തവണ TV കാണാനായിട്ട് നമ്മൾ റിമോട്ട് എടുത്തതിന് ശേഷം TV നമ്മൾ ഓഫ് ചെയ്ത് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് തന്നെ ഈ റിമോട്ട്സ് എടുത്ത് അതിന്റെ അതാത് സ്ഥാനത്ത് എവിടെയാണോ ഇത് വെക്കാറ് അവിടേക്ക് തിരിച്ചെടുത്ത് വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. കൂടുതൽ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാം. വീട്ടിലെ ഏറ്റവും കൂടുതൽ ക്ലട്ടർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പേപ്പർ ബില്ലുകൾ അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ഒക്കെ. നാളെ ഒരിക്കൽ നമുക്ക് ആവശ്യം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഈ ബിൽസ് റെസിപ്റ്റ്സ് ഒക്കെ എടുത്തു വെക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ അവിടെ ഇവിടെ നമ്മുടെ വീടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറി കിടക്കുന്നതിന് പകരമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ക്ലിപ്പ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫയലിൽ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. കൃത്യമായിട്ട് ഇതുപോലെ ബിൽസും റെസിപ്റ്റ് ഒക്കെ എടുത്തു വെക്കാനായിട്ട് പ്രത്യേകം ഒരു ഫയലോ ഫോൾഡറോ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം.
എന്നും എന്നും നമുക്ക് ഇതുപോലെ എടുത്ത് ഓരോ തവണ ഫയലിൽ എടുത്ത് വെക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാം ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു ദിവസം ഒരുമിച്ച് പിൻ ചെയ്ത് ഫോൾഡറിലോ ഫയലിലോ വെക്കാം. നമ്മുടെ വീട്ടിൽ എക്സ്പയർഡ് ആയിട്ടിരിക്കുന്ന ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുന്നുള്ള ഒരു ബെനിഫിറ്റ് മാത്രമല്ല നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സ്പയർഡ് ആയിട്ടുള്ള കഴിഞ്ഞ ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റുന്നത് കൊണ്ടുണ്ടാകുന്നത്. കാരണം സേഫ് ആയിട്ടുള്ള കാര്യവും അത് തന്നെയാണ്. എക്സ്പയർഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ അറിയാതെ എടുത്ത് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി ചെക്ക് ചെയ്ത് എക്സ്പയർഡ് പ്രോഡക്ട്സ് കളയുന്നത് കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെ നമ്മൾ ഒഴിഞ്ഞ സാധനങ്ങൾ, ഒഴിഞ്ഞ കുപ്പികൾ, അതുപോലെ പഴയ ഐറ്റംസ്, ഉപയോഗിക്കാത്ത സാധനങ്ങൾ, എക്സ്പയർഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റി ഉപേക്ഷിക്കുന്നത് കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം, പുതിയ പുതിയ ഐറ്റംസ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിപ്പോൾ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ പുതിയ ഐറ്റംസിന് ഒരു സ്പേസ് കൊടുക്കാനായിട്ട് ഇതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മാറ്റുന്നത് നല്ലതായിരിക്കും. നമ്മുടെ വീട്ടിൽ ഫുഡ് ഐറ്റംസ് ബാക്കി വരണ സമയത്ത് പിന്നീട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എപ്പോഴും അത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും. ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ സാധനം ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കാര്യം അറിയുന്നത് തന്നെ. പിറ്റേ ദിവസം നമ്മൾ മിക്കപ്പോഴും മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മറന്നു പോകുന്നതാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി ക്ലീനിങ് റൂട്ടീനിൽ ഒരു ദിവസം, ഇപ്പോൾ കിച്ചൺ ക്ലീനിങ്ങിന് നമ്മൾ മാറ്റി വെക്കുന്ന ദിവസത്തിൽ ഈ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാം, ഫ്രിഡ്ജ് ഒന്ന് ചെക്ക് ചെയ്യാന്നുള്ളത്. നമ്മളെല്ലാവരും കാലത്ത് തന്നെ വീട് സ്വീപ്പിങ്ങും മോപ്പിങ്ങും ഒക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഓർഗനൈസ് ചെയ്ത് അടുക്കിയൊക്കെ വെക്കും. പക്ഷെ വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം തന്നെ സോഫയിലായിരിക്കും അവർ ഡംപ് ചെയ്ത് വെക്കുന്നത്. സ്കൂൾ ബാഗ്, ലഞ്ച് ബാഗ്, യൂണിഫോം, ഡ്രസ്സ് എന്നിങ്ങനെ വേണ്ട അവരുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ അവർ ഈ സോഫയിലായിരിക്കും ഡംപ് ചെയ്തിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു ഹാബിറ്റ് ഈ സാധനങ്ങൾക്കൊക്കെ പ്രത്യേകം നമ്മുടെ വീട്ടിൽ ഒരു സ്ഥലം അസൈൻ ചെയ്യാന്നുള്ളതാണ്. വലിയ കുട്ടികളാണെങ്കിൽ അവരോട് തന്നെ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഈ സാധനങ്ങൾ ഇങ്ങനെ സോഫയിൽ ഇടുന്ന സമയത്ത് തന്നെ അവരോട് പറയാം നമുക്ക് സാധനങ്ങൾ അതാത് സ്ഥലത്ത് നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് എടുത്തു വെക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ സാധനങ്ങളെല്ലാം നമ്മൾ എവിടേക്കാണോ എടുത്ത് മാറ്റി വെക്കാൻ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് അപ്പൊ തന്നെ എടുത്ത് മാറ്റി വെക്കാം. രാത്രി ആവാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. കാരണം രാത്രി വരെ സാധനങ്ങൾ ചിലപ്പോൾ സോഫയിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്പപ്പ ഈ സാധനങ്ങൾ എടുത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ലിവിങ് ഏരിയയിൽ വൈകുന്നേരം ഉണ്ടാവുന്ന ആ ഒരു വിഷ്വൽ ക്ലട്ടർ മാറ്റാനായിട്ട് ഈ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ വീട്ടിലേക്ക് പുതിയ പുതിയ ഐറ്റംസ് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്തും കുറച്ചും കൂടി നമുക്ക് മൈൻഡ്ഫുൾ ആയിരിക്കാം. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താണ് പുതിയ പുതിയ ഐറ്റംസ് വീട്ടിലേക്ക് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഐറ്റം നമ്മുടെ വീട്ടിൽ സെറ്റ് ആവോ, അതായത് ഇപ്പൊ നമ്മുടെ ഷെൽഫിലേക്ക് വെക്കാൻ ഒരു ഐറ്റം മേടിക്കുകയാണെങ്കിൽ നമ്മുടെ ഷെൽഫിന്റെ മെഷർമെന്റിന് ഈ ഒരു ഐറ്റം സെറ്റ് ആവോ എന്നുള്ളത് നേരത്തെ നമ്മൾ മെഷർ ചെയ്ത് നോക്കുക. അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഒരേ സാധനം തന്നെ നമ്മൾ 2-3 തവണയായിട്ട് മേടിക്കുന്നത്, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. കുറച്ചും കൂടി മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ അനാവശ്യ ക്ലട്ടർ ഉണ്ടാക്കുന്നത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അത്യാവശ്യ സാധനങ്ങൾ മാത്രം മേടിക്കുക. ഒരു സാധനം മേടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ അത് എവിടെ വെക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാട്ടോ. കാരണം നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് ഒരു അവസാനമില്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ക്ലീനിങ് നീങ്ങി പോവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഒരു പരിധി വരെ ക്ലീൻ ചെയ്തു, അത്രയും ക്ലീൻ ആയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട്. എത്ര ക്ലീൻ ആക്കിയാലും സാറ്റിസ്ഫൈഡ് ആകാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം ഇപ്പൊ നമുക്കറിയാം, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു വൃത്തിയുടെ ഒരു ലെവലിലേക്ക് വീട് വൃത്തിയാക്കി വെക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചില്ല എന്ന് വരാം. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ വൃത്തിയാക്കി വെക്കാം. ആ ഒരു ലെവലിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം. ഇത്രയെങ്കിലും നമ്മുടെ വീട് വൃത്തിയുണ്ടല്ലോ എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റിന് കൂടുതൽ നല്ലത്. വീടെപ്പോഴും വൃത്തിയായിട്ടിരിക്കാനും വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഡെയിലി ഫോളോ ചെയ്യാവുന്ന 10 സിമ്പിൾ മൈക്രോ ഹാബിറ്റ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.